ഞാനിവിടെ ഏത്തപ്പഴം കൊണ്ടുള്ള ഹൽവയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഏത്തപ്പഴം ഹൽവ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഹൽവയാണിത്. ഒരു 10 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കാം. അത് പ്രത്യേകിച്ച് നമ്മൾ ഏത്തപ്പഴമൊക്കെ കുറച്ച് പഴുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മളത് കഴിക്കാതെ തന്നെ വേസ്റ്റാക്കി കളയാറുണ്ട്. അപ്പം അങ്ങനെ കളയാതെ നമുക്ക് അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ഹൽവ ഉണ്ടാക്കിയാലും നമ്മൾക്ക് പഴമൊന്നും വേസ്റ്റാക്കി കളയേണ്ട വരത്തില്ല. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോട് ചേർന്ന് കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഏത്തപ്പഴം ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് പഴുത്ത് പോയതൊന്നുമല്ല. അതിന് കൂടെ ചേർക്കാനായിട്ട് ഈ സ്പൂണിന് 3 സ്പൂൺ അരിപ്പൊടി. ഇത് പാലപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണിത്, വറുത്ത പൊടി. അപ്പം വറുത്ത പൊടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടില്ല. അതുമല്ല പച്ചച്ചൊവയൊന്നും കാണത്തുമില്ല. പിന്നെ ശർക്കര ഉരുക്കിയത് ചേർക്കുമ്പോഴേക്കും ആ ഹൽവയ്ക്ക് നല്ലൊരു കളറൊക്കെ വരും. കറുത്ത ശർക്കര ആകുമ്പോഴത്തേക്ക് നല്ല കളർ വരും. ഒരു 100 ml പാല്, സാധാരണ പാലാണിത്. ഷുഗർ ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അത് ആ ശർക്കരയുടെ കൂടെ തന്നെ ഒരല്പം ചേർക്കാനായിട്ടാണ് ബ്രൗൺ ഷുഗർ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സാധാരണ ഷുഗർ ആണെങ്കിൽ നമുക്ക് ചേർക്കാം, ബ്രൗൺ ഷുഗർ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ ബൗള് തേങ്ങ ചിരകിയത്, 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചത്, റേസിൻസും കാഷ്യൂനട്ടും. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നെയ്യ്, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മതി ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പഴം ചെറുതായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പം നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കുന്നത്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഏത്തപ്പഴം ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ബൗള് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നതും വരെ ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ചെറുതായിട്ട് നാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പഴം എടുത്തിട്ട് കൂടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇതിപ്പം ഏത്തയ്ക്ക ഞാൻ ഇതുപോലെ മുറിച്ച് ജാറിലിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്ത തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു 3 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 100 ml പാൽ കൂടി ഒഴിക്കാം. ഇതിലേക്ക് തന്നെ ഈ ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നമ്മളിത് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കല്ലോ അങ്ങനെയൊക്കെ കാണും. അപ്പോഴും ഇത് അരിച്ചിട്ടേ ശർക്കരപ്പാനി എടുക്കാവുള്ളൂ. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം, പേസ്റ്റ് പോലെ. ഇനി ഈ തേങ്ങ വറുത്ത പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഈ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂനട്ടൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഈ റൈസിൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൈസിൻസും കാഷ്യൂനട്ടൊക്കെ നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതിനെ കോരി മാറ്റി വെക്കാം. ഈ പാത്രത്തിലേക്ക് തന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ 1/4 സ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. അത് ആ മധുരത്തെ ബാലൻസ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മധുരത്തിനായിട്ട് ഇതിൽ ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. എന്നാലും ആ ശർക്കരയുടെ തന്നെ ടേസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതിനായിട്ട് ഞാൻ കുറച്ച് ഷുഗർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4 സ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നല്ല തീയിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വറുത്ത പൊടിയായതുകൊണ്ട് വേകാനൊന്നുമില്ല. ഈ പഴം വേകാനുള്ള സമയം എടുക്കത്തുള്ളൂ. പഴമാണേലും അരച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിന് 3 സ്പൂൺ നെയ്യാണ് മൊത്തം ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ കട്ടയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വെന്ത് നന്നായിട്ട് ഒരു കട്ട പോലെ വന്നിട്ടുണ്ട്. ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റാം.
പാത്രത്തിൽ എപ്പോഴും നെയ്യ് തൂത്തിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്, കാരണം എന്നാലേ നമ്മൾ ഇത് മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വിട്ട് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്തിട്ട് കൊടുക്കാം. സ്പൂണോ അതുപോലെ നൈഫോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതിനെ ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഈ സ്പൂണിലാണേലും ഞാൻ ഇതുപോലെ ഒരല്പം നെയ്യ് തൂത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ടാകും. അപ്പോൾ ഇതിനെ ഒരു 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഏത്തപ്പഴം ഹൽവ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റുമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ബനാന ഹൽവ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം ഇതേപോലെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.